ജീവിത പ്രതിസന്ധികളെ തരണം ചെയ്യാൻ തനിക്ക് ധൈര്യം നൽകിയത് കൃഷിയാണെന്ന് അഭിമാനത്തോടെ പറയുന്ന ഒരു യുവ കർഷകയെ പരിചയപ്പെടാനാണ് റൈഡിംഗ് റിപ്പോർട്ടർ ഇന്നാദ്യം പോകുന്നത്. ഷൊർണൂർ കണയത്തെ യുവ കർഷക മഞ്ജു ഹരിദാസ്. രാവും പകലും കൃഷിക്കായി മാറ്റിവെച്ച 33കാരി. സമ്മിശ്ര കൃഷിയിലൂടെ വിജയഗാഥ രചിക്കുകയാണ് മഞ്ജുവിന്റെ ജീവിത കഥ വിജയഗാഥ പറയുകയാണ് റൈഡിംഗ് റിപ്പോർട്ടറിൽ ഇന്നാദ്യം ഷാരിഖ് നവാസ്. ഇന്ന് റൈഡിംഗ് റിപ്പോർട്ടർ യാത്ര പോകുന്നത് ഷൊർണൂരിലേക്കാണ്. സമ്മിശ്ര കൃഷിയിലൂടെ വിജയം കൈവരിച്ച ഒരു യുവതിയുടെ കഥയാണ് ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഇനി നേരെ ഷൊർണൂരിലേക്ക്. പാലക്കാട് നിന്നും 1.5 മണിക്കൂർ യാത്ര കഴിഞ്ഞ് അങ്ങനെ ഞങ്ങൾ ഷൊർണൂരിലെത്തിയിരിക്കുകയാണ്. ഇനി ഷൊർണൂരിലെ ആ യുവ കർഷകയുടെ നമുക്ക് വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഇനി ആ കഥയിലേക്ക്. ഷൊർണൂർ കണയം ഗ്രാമത്തിന്റെ അഭിമാനമാണ് ഈ യുവ കർഷക. ചെറുപ്രായത്തിൽ തന്നെ ജീവിത സാഹചര്യങ്ങളാണ് മഞ്ജുവിനെ കൃഷിയിലേക്ക് അടുപ്പിച്ചത്. ഇന്ന് കൃഷിയില്ലാതെ ഒരു ദിനം പോലും ചിന്തിക്കാനാകാത്ത അത്രയും ആത്മബന്ധമാണ് മഞ്ജുവിന് കൃഷിയോട്. ഒരു പശുവിൽ നിന്ന് തുടങ്ങിയതാണ് ഇന്നത്തെ ഈ വലിയ കാർഷിക ലോകം. വീടിനോട് ചേർന്നുള്ള 80 സെന്റ് സ്ഥലത്തും പാട്ടത്തിനടുത്ത 2 ഏക്കറിലുമായാണ് മഞ്ജുവിന്റെ സമ്മിശ്ര കൃഷി. 10 പശുക്കളുള്ള ഫാം, വിവിധ ഇനങ്ങളിലായി 100ഓളം കോഴികൾ, കണ്ണെത്താ ദൂരത്തോളം പരന്നുകിടക്കുന്ന തീറ്റപ്പുൽ കൃഷി, ഫാമിനോട് ചേർന്ന് പച്ചക്കറിത്തോട്ടം, വീട്ടുമുറ്റത്ത് 100ഓളം പഴവർഗ്ഗങ്ങൾ, അതിനൊപ്പം പൂക്കൃഷിയും കൂൺകൃഷിയും. പടർന്നു പന്തലിച്ച ഈ പച്ചപ്പ് തന്നെയാണ് മഞ്ജുവിന്റെ ജീവിതവും. അച്ഛന്റെ മരണശേഷം കുടുംബത്തിന്റെ മുന്നോട്ടു പോക്കിനായി 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് മഞ്ജു പശുപരിപാലനം തുടങ്ങിയത്. അവിടെ നിന്നാണ് കൃഷിയുടെ ബാലപാഠങ്ങൾ പഠിച്ചതും. ആ പഴയ നാളുകൾ ഓർക്കുമ്പോൾ ഇന്നും മഞ്ജുവിന്റെ കണ്ണുകൾ നിറയും. പക്ഷേ ആ കണ്ണീരിനിടയിലും ആ ജീവിത പോരാട്ടത്തെ അഭിമാനത്തോടെ ഓർത്തെടുക്കുകയാണ് ഈ യുവ കർഷക. അച്ഛൻ ചെറുപ്പത്തിലെ മരണപ്പെട്ടതാണ്. അപ്പം നമ്മുടെ ഉപജീവനം അങ്ങനെ കൃഷി തന്നെയാണ്. അമ്മയിൽ നിന്ന് തന്നെയാണ് നമ്മൾ കൃഷിയിലേക്ക് എത്തിയത്. അമ്മ തന്നെയാണ്. അന്നും നമുക്ക് പാടവും പച്ചക്കറി, വാഴ, അങ്ങനെ എല്ലാവിധ പച്ചക്കറി നമ്മൾ ചെയ്യായിരുന്നു. അന്നും ചെറിയ രീതിയിലൊക്കെ പശുക്കളും കാര്യങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് ഇങ്ങോട്ട് പറിച്ച് നട്ടു എന്ന് പറഞ്ഞ പോലെ 10ാം ക്ലാസ് കഴിഞ്ഞ് +1 പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കല്യാണം കഴിച്ചു തുടങ്ങുന്നത്. കൃഷി അല്ലെങ്കിൽ പ്രകൃതി സംരക്ഷണം, കുറച്ച് ഇങ്ങനെ മരങ്ങൾ സംരക്ഷണം, അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളതാണ്. ചെറുപ്പത്തിലേ അതൊക്കെ ഇഷ്ടമുള്ളതാണ്. അതുപോലെ തേനീച്ച ആയാലും അതൊക്കെ സംരക്ഷിച്ചു പോരുക എന്നുള്ളത് എന്തെന്ന് വെച്ചാൽ കുട്ടിക്കാലം മുതലേ അതിനോട് ഭയങ്കര ത്വരയാണ്. ജീവികളായാലും പശുക്കളായാലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് ആ ഒരു ഇഷ്ടത്തോടു കൂടെ നമ്മൾ ഏത് തൊഴിൽ തിരഞ്ഞെടുക്കുമ്പോഴും നമ്മൾ ഇഷ്ടമുള്ളതിനോട് തിരഞ്ഞെടുക്കുമ്പോൾ അത് സക്സസ് ആക്കാനുള്ളത് എന്തായാലും പ്രതിസന്ധികളൊക്കെ ഒരുപാട് നേരിടേണ്ടി വന്നിട്ടുണ്ട്. പക്ഷെ നമ്മളതിനെയൊക്കെ തരണം ചെയ്ത് ഇപ്പോഴും ഒന്നല്ലെങ്കിൽ ഒന്ന് നമുക്ക് നേരിടേണ്ടി വരും. പക്ഷെ അതിനൊക്കെ മറികടന്ന് പോയിട്ടാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റേജിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. 10 വർഷമായി മഞ്ജുവിന്റെ ജീവിത വെളിച്ചം കൃഷി തന്നെയാണ്. പുലർച്ചെ 4 മണിക്ക് എഴുന്നേറ്റാൽ നേരെ ഫാമിലേക്ക്. ഫാം വൃത്തിയാക്കണം, പശുക്കളെ കറക്കണം, പാൽ സൊസൈറ്റിയിൽ എത്തിക്കണം. അത് കഴിഞ്ഞാൽ നേരെ തോട്ടത്തിലേക്ക്. ഇതിനിടയിൽ കോഴികളുടെ പരിപാലനവും പശുക്കളെ മേയാൻ വിടുന്നതുമെല്ലാം വേണം. വീട്ടുകാര്യങ്ങളും ഇതിനൊപ്പം തന്നെ മുന്നോട്ട് കൊണ്ടുപോകണം. വൈകുന്നേരം പശുക്കൾക്കുള്ള തീറ്റ നൽകിയും മറ്റു ജോലികളെല്ലാം പൂർത്തിയാക്കിയും കഴിഞ്ഞ ശേഷമാണ് കൂൺ ഹൗസിലേക്ക് എത്തുന്നത്. രാത്രി 11 മണിവരെയും കൂൺ കൃഷിയുടെ പരിപാലനത്തിനായി സമയം മാറ്റിവെക്കും. മഞ്ജുവിന്റെ കൂണിനും ആവശ്യക്കാർ ഏറെയാണ്. ആവശ്യാനുസരണം വീടുകളിലും കടകളിലും നേരിട്ടെത്തിച്ചു നൽകും. കൃഷിയിലെ ഓരോ ചുവടിലും ഭർത്താവിന്റെയും മക്കളുടെയും പിന്തുണയാണ് തന്റെ കരുത്തെന്ന് മഞ്ജു പറയുന്നു. മക്കളും ഭർത്താവൊക്കെ നല്ല സപ്പോർട്ടാണ്. ആദ്യമൊന്നും അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. മക്കൾ പിന്നെ നമ്മളെ കണ്ടിട്ടല്ലേ, ഇത് ചെറുപ്പം മുതലേ അവരത് കണ്ടു വളരെയാണ്. അപ്പം എൻ്റെ മോള് ഇപ്പോൾ 10th കഴിഞ്ഞ് +1 പക്ഷെ അവൾ 5ാം ക്ലാസ് മുതലേ പശുവിൻ്റെ പരിപാലനം മുതൽ എല്ലാ കാര്യങ്ങളും നമ്മളില്ലെങ്കിലും ചെയ്തു പോരുന്നുണ്ട്. മോനായാലും അവന് പറ്റുന്ന പോലെ ചെയ്യും. ഹസ്ബൻഡും നമ്മളിപ്പോൾ മാറി നിൽക്കേണ്ടവരൊക്കെ അവസ്ഥ വന്നു കഴിഞ്ഞാൽ ഹസ്ബൻഡും ഫുള്ളി സപ്പോർട്ടറാണ്. പിന്നെ അച്ഛനും അമ്മയാണുള്ളത്. അവർക്ക് അത്യാവശ്യം ഏജായി, പക്ഷെ അവർക്ക് പറ്റണ പോലെയൊക്കെ അവരും സപ്പോർട്ടാണ്, കുടുംബം മൊത്തം. ഈ തിരക്കുകൾക്കിടയിൽ കുളപ്പുള്ളി സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടറായും ഷൊർണൂർ നഗരസഭയ്ക്ക് കീഴിലുള്ള കൃഷിഭവന്റെ പ്രവർത്തനങ്ങളിലും മഞ്ജു സജീവമാണ്. പ്രതിസന്ധികൾക്ക് മുന്നിൽ തളർന്നു നിൽക്കാതെ അധ്വാനിക്കാൻ മടിയില്ലാത്ത മനസ്സുമായി ഇറങ്ങിയതാണ് മഞ്ജുവിന്റെ വിജയത്തിന്റെ വഴികാട്ടി.
മണ്ണിനോട് ചേർന്ന് നിന്നാൽ ജീവിതത്തിലും പച്ചപ്പ് നിറയ്ക്കാമെന്ന് തെളിയിക്കുകയാണ് ഈ യുവ കർഷക. വിവിധയിനം കൃഷികളെ ഒരേ കൃഷിയിടത്തിൽ സമന്വയിപ്പിച്ച് നേട്ടം കൊയ്യുകയാണ് ഷൊർണൂർ കണയം സ്വദേശിനിയായ മഞ്ജു ഹരിദാസ്. കൃഷിയോടുള്ള ഇഷ്ടവും കഠിനാധ്വാനവും മാത്രമാണ് ഇവരുടെ ആകെ കൈമുതൽ. ഷൊർണൂരിൽ നിന്നും ക്യാമറാമാൻ രാജീവ് സുദേവനൊപ്പം ഷാരിഖ് നവാസ്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.